നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗതകാല സ്മൃതികളുടെ നിറവിൽ മലയാളികൾ പൊന്നോണത്തിന്റെ ആരവങ്ങളിലേക്ക്. പൂവിളികൾ ഉയർത്തി ചൊവ്വാഴ്ച അത്തം. പൊന്നിൻ ചിങ്ങമാസത്തിലെ ഓണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാള നാട്. യുവാവിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെന്ന് ആരോപണം. ഉപരോധ സമരവുമായി നാട്ടുകാർ. കഴിഞ്ഞ ദിവസം അഞ്ഞൂരിലെ ക്വാറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അഞ്ഞൂർ സ്വദേശി മനീഷിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ബ്ലേഡ് മാഫിയയുടെ ഇടപെടലാണെന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാർ മൃതദേഹവുമായി റോഡ് ഉപരോധിച്ചത്. കടൽ മാർഗമുള്ള ലഹരിക്കടത്ത്. ചേറ്റുവയിൽ എക്സൈസ്, ഫിഷറീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ് സംയുക്ത സംഘം പരിശോധന നടത്തി. നിയമലംഘനം നടത്തിയ 2 വള്ളങ്ങൾ പിടിച്ചെടുത്ത് നടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ശുദ്ധി കലശം. ക്ഷേത്രകുളത്തിൽ ആചാരവിരുദ്ധമായി ഒരു അഹിന്ദു വനിത ഇറങ്ങി വീഡിയോ ഷൂട്ടിംഗ് നടത്തിയതിനെ തുടർന്നാണ് ശുദ്ധിക്രിയകൾ. ചൊവ്വാഴ്ച കാലത്ത് 5 മുതൽ ഉച്ചവരെ ദർശന നിയന്ത്രണം. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രാദേശിക തലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കുന്നു. കണ്ടാണശ്ശേരിയിൽ പ്രതിരോധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തയിലേക്ക്. ഗതകാല സ്മൃതികളുടെ നിറവിൽ മലയാളികൾ പൊന്നോണത്തിന്റെ ആരവങ്ങളിലേക്ക്. പൂവിളികൾ ഉയർത്തി നാളെ അത്തം. പൊന്നിൻ ചിങ്ങമാസത്തിലെ ഓണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാള നാട്. പൂക്കളും പൂവിളിയുമായി ഒരോണക്കാലം കൂടി വരവായി. മഴ മാറി വെയിലുദിച്ചതോടെ ഓണക്കാലത്തിന്റെ തെളിമ പ്രകൃതിയിലും വന്നുകഴിഞ്ഞു. ചിങ്ങമാസത്തിലെ അത്തം നാളിൽ തുടങ്ങി 10 ദിവസം നീണ്ടുനിൽക്കുന്നതാണ് ഓണാഘോഷം. പൊന്നോണത്തിന്റെ വരവറിയിച്ച് അത്തദിനവും വന്നെത്തുകയായി. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും 10 നാളുകൾക്കാണ് അത്തം മുതൽ തുടക്കമാകുന്നത്. 10 ദിവസവും മലയാളികൾ വീട്ടുമുറ്റം പല വർണ്ണങ്ങളിലെ പൂക്കളാലൊരുങ്ങുന്ന അത്തക്കളം കൊണ്ട് അലങ്കരിക്കും. പണ്ടുകാലത്ത് തൊടിയിലും മുറ്റത്തും പൂവിടുന്ന ചെടികളിൽ നിന്ന് പൂവിറുത്തായിരുന്നു പൂക്കളമിട്ടിരുന്നതെങ്കിൽ പിന്നീടത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കളിലേക്ക് വഴിമാറി. ഈ വർഷവും സംസ്ഥാനത്തെമ്പാടും പൂക്കച്ചവട വിപണി സജീവമായിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെയും മറ്റ് കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ വിപുലമായി പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും നടത്തിയിരുന്നു. ആഗസ്റ്റ് ആദ്യവാരത്തോടെ ശക്തമായ മഴയ്ക്ക് ശമനമുണ്ടായതിനാൽ മഴ കൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്ന ദുർവിധിയും ഇത്തവണ ഉണ്ടായിട്ടില്ല. തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഓണം വിപണികളും മേളകളും വരും ദിവസങ്ങളിൽ സജീവമാകും. വളരെ മോശമാണ്. വളരെ ദയനീയമായിട്ട് പൂനാണെങ്കിൽ നല്ല അടിച്ചടിച്ച് കയറി പോണ വിലയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ ഈ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഗ്രൗണ്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് അത് കച്ചവടം കൂടെ വന്നാൽ നന്നായി. ഇവിടെ വില കുറച്ചിട്ട് കൊടുക്കണമെന്നു പൂവാണെങ്കിൽ കിട്ടാനുമില്ല. അതാദ്യം എല്ലാ മാർക്കറ്റിലും വില കൊടുക്കാൻ പോകും. കൃഷി നശിച്ചുള്ള കാലവർഷം കൂടിയിട്ട് നാളികേരത്തിന്റെ നാട്ടിൽ ഇത്തവണ വെളിച്ചെണ്ണ വിലയാണ് മലയാളികളുടെ കുടുംബ ബജറ്റിന് വലിയ വെല്ലുവിളിയാകുന്നതെങ്കിലും ഉള്ളതുകൊണ്ട് ഓണം ആഘോഷമാക്കാനൊരുങ്ങുകയാണ് മലയാളികൾ. കുന്നംകുളം കൃഷിഭവൻ പരിധിയിലെ വിവിധ കൃഷിക്കൂട്ടങ്ങളിൽ ചെണ്ടുമല്ലി വിളവെടുപ്പ് നടത്തി. ഹൃദ്യ കൃഷിക്കൂട്ടത്തിന്റെ വിളവെടുപ്പ് കുന്നംകുളം കൃഷി ഓഫീസർ എസ് ജയൻ നിർവഹിച്ചു. വാർഡ് കൗൺസിലർ സോഫിയ ശ്രീജിത്ത്, തൊഴിലുറപ്പ് എഞ്ചിനീയർ സാന്ദ്ര വൈഷ്ണ, കൃഷിക്കൂട്ടാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം കൃഷിഭവൻ പരിധിയിൽ 25,000-ഓളം തൈകളാണ് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം വിതരണം ചെയ്തത്. ഹൈബ്രിഡ് തൈകളായതുകൊണ്ട് തന്നെ വലിപ്പമേറിയ പൂക്കളാണ് വിളവെടുപ്പിൽ ലഭിച്ചത്.
കാലാവസ്ഥ പ്രതികൂലമായിരുന്നെങ്കിൽ പോലും നല്ല പൂക്കളാണ് ലഭിച്ചതെന്നും കർഷകർ പറഞ്ഞു. കർഷക അവാർഡ് ജേതാവ് കടവല്ലൂർ മാനംകണ്ടത്ത് മുഹമ്മദ് ഹാജിയുടെ പുഷ്പകൃഷി വിളവെടുത്തു. വിളവെടുത്ത പൂക്കളെല്ലാം അത്തം പ്രമാണിച്ച് പരിസരവാസികൾക്ക് സൗജന്യമായി വിതരണവും ചെയ്തു. ഹാജിയുടെ കടവല്ലൂർ വടക്കുമുറിയിലുള്ള സ്ഥലത്താണ് ഓണത്തിന് ഒരു കുട്ടപ്പൂവും ഒരു മുറം പച്ചക്കറിയും എന്ന പദ്ധതി പ്രകാരം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടെ ചെണ്ടുമല്ലിപ്പൂവും പച്ചക്കറികളും കൃഷിയിറക്കിയത്. ഇതിൽ പൂക്കൃഷിയുടെ വിളവെടുപ്പ് കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നസ്രത്ത് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് കൃഷി ഓഫീസർ സഫ്രീന ഷെറിൻ, മുഹമ്മദ് ഹാജി, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ വിളവെടുപ്പിന് നേതൃത്വം നൽകി. ചടങ്ങിൽ പങ്കെടുത്തവർക്കെല്ലാം ലഘുഭക്ഷണവും അത്തക്കളമിടാനുള്ള പൂക്കളും നൽകിയാണ് മാതൃകാ കർഷകനായ മുഹമ്മദ് ഹാജി തിരിച്ചയച്ചത്. CPIM ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള ബ്രദേഴ്സ് ബ്രാഞ്ചിന്റെയും മഹിളാ അസോസിയേഷൻ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ലാവിഷ് ഗ്രൂപ്പ് ചെയർമാൻ TL ഔസേപ്പിന് പൂക്കൂട നൽകിക്കൊണ്ട് ആൻസി വില്യംസ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ, ലോക്കൽ സെക്രട്ടറി M പീതാംബരൻ, ലോക്കൽ കമ്മിറ്റി അംഗം MK ആന്റണി, ഗ്രാമപഞ്ചായത്ത് അംഗം നാൻസി ആന്റണി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സാദിഖ്, CPIM ബ്രാഞ്ച് സെക്രട്ടറി PA മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. CPIM അംഗങ്ങൾ, മഹിളാ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാഗ കാർത്തേനി ക്ഷേത്രത്തിൽ നടത്തിവന്നിരുന്ന ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ക്ഷേത്രമേൽശാന്തി മംഗലത്തുമനയിൽ അനിൽ നമ്പൂതിരി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി P ശിവശങ്കരൻ, ഭരണസമിതി അംഗങ്ങളായ T ബാലചന്ദ്രൻ, TP പ്രദീപ്, രാധാകൃഷ്ണൻ, ക്ഷേത്രം മാനേജർ രാജീവ് മണികണ്ഠൻ, മാതൃസമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എളവള്ളി കൃഷിഭവൻ നൽകിയ നല്ല ഇനം ചെണ്ടുമല്ലി തൈകളാണ് ക്ഷേത്രാങ്കണത്തിൽ കൃഷി ഇറക്കിയിരുന്നത്. ആദ്യ വിൽപ്പന ക്ഷേത്രം സെക്രട്ടറി P ശിവശങ്കരൻ നിർവഹിച്ചു. ഓണവിപണി ലക്ഷ്യം വെച്ച് ജൈവ കർഷക ഷീജ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ഗുരുവായൂർ തൈക്കാട് ഫാർമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് വിളവെടുപ്പ് സംഘടിപ്പിച്ചത്. കണ്ടാണശ്ശേരിയിൽ പഴയ പോലീസ് സ്റ്റേഷന് മുൻവശത്തായി പാട്ടത്തിനെടുത്ത 1/2 ഏക്കറിലേറെ വരുന്ന കൃഷിയിടത്തിലാണ് ഓണവിപണി ലക്ഷ്യം വെച്ച് ഷീജ കൃഷിയിറക്കിയിരുന്നത്. തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമാണ് കാർഷിക വൃത്തിയിൽ ബ്രഹ്മകുളം കല്ലായിൽ ഷീജ എന്ന കർഷകയ്ക്കുള്ളത്. ഒന്നിലേറെ തവണ മികച്ച ജൈവ കർഷകയ്ക്കുള്ള പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഷീജ സ്വന്തം പുരയിടത്തിലും പാട്ടത്തിനെടുത്ത കൃഷിയിടങ്ങളിലുമാണ് കൃഷി നടത്തിവരുന്നത്. കണ്ടാണശ്ശേരിയിലെ കൃഷിയിടത്തിൽ നടന്ന വിളവെടുപ്പ് ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ KPA റഷീദ് ഉദ്ഘാടനം ചെയ്തു. ഫാർമേഴ്സ് ക്ലബ്ബ് ഭാരവാഹികളായ MM ബാലൻ, CK വിജയകുമാർ, അലി കരിക്കയിൽ, ഹംസ കൊടിയത്ത് എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായി. ജൈവ പച്ചക്കറി കൃഷിയുടെ പരീക്ഷണശാല കൂടിയാണ് ഷീജയുടെ കൃഷിയിടം. വെണ്ട, പയർ, തക്കാളി, കുമ്പളം, വെള്ളരി, മത്തൻ, പച്ചമുളക്, കൊള്ളി, ചുരയ്ക്ക, വഴുതന, ചോളം തുടങ്ങി വിവിധ ഇനം പച്ചക്കറികളാണ് നിലവിൽ വിളവെടുപ്പ് നടത്തിയത്. കൂടാതെ ചെണ്ടുമല്ലി പൂക്കളുടെ വിളവെടുപ്പും നടന്നു. വയലത്തൂർ ഫാമിലി വൈബ് കൂട്ടായ്മയുടെ ഓണാഘോഷം വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിൽ നടന്നു. സ്കൂൾ മാനേജർ സോണി ഫ്രാൻസിസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് സുനിൽ വയലത്തൂർ അധ്യക്ഷത വഹിച്ചു. സുധീഷ് ചെമ്മണ്ണൂർ, ഷാജി, രഞ്ജു, മായ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സോണി ഫ്രാൻസിസ്, മാവേലിയുടെ വേഷധാരി ഫ്രാൻസിസ് വടക്കൻ എന്നിവരെ ആദരിച്ചു. കൂട്ടായ്മ അംഗങ്ങളുടെ കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായി. മറ്റു വാർത്തകളിലേക്ക്. കഴിഞ്ഞ ദിവസം അഞ്ഞൂരിലെ ക്വാറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അഞ്ഞൂർ സ്വദേശി മനീഷിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ബ്ലേഡ് മാഫിയയുടെ ഇടപെടലാണെന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ മൃതദേഹവുമായി റോഡ് ഉപരോധിച്ചു. മൃതദേഹം വൈകിട്ട് ഗുരുവായൂർ വാതക ശ്മശാനത്തിൽ സംസ്കരിച്ചു. അഞ്ഞൂർ സെന്ററിൽ ബാർബർ ഷോപ്പ് ഉടമയായ അഞ്ഞൂർ തൊഴിയൂർ വീട്ടിൽ പരേതനായ വാസുമകൻ മനീഷിനെ വെള്ളിയാഴ്ച കാണാതാവുകയും പിന്നീട് മൃതദേഹം അഞ്ഞൂർ കുന്നത്തെ ക്വാറിയിൽ നിന്ന് ഞായറാഴ്ച വൈകിട്ട് 5:30 കണ്ടെത്തുകയുമായിരുന്നു. തുടർന്ന് പോലീസ് നടപടികൾക്കു ശേഷം തിങ്കളാഴ്ച രാവിലെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം നാട്ടിലെത്തിച്ചു. തുടർന്നാണ് അഞ്ഞൂർ സെന്ററിൽ നാട്ടുകാർ മൃതദേഹവുമായി റോഡ് ഉപരോധിച്ചത്. പോലീസിൽ നിന്നും തനിക്ക് നീതി ലഭിച്ചില്ലെന്നും ബ്ലേഡുകാരുടെ ഭീഷണി മൂലം ജീവിക്കാനാകുന്നില്ലെന്നും മനീഷ് ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ടത്രേ. ബ്ലേഡ് മാഫിയയുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് മനീഷ് മരണത്തിന് കീഴടങ്ങിയതെന്നും കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും
ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെട്ടു. ഇതിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു മുരളി എന്ന് പറയുന്ന അയാളടക്കമുള്ള എല്ലാ ആളുകളുടെ പേരിലും കേസ് എടുക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അന്വേഷണം വളരെ കൃത്യമായ രീതിയിൽ നടത്താമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ സഹോദരൻ നമുക്ക് വളരെ വേദനയുണ്ട്. കാരണം ഇങ്ങനെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞൊരു ബോഡിയാണ്. അപ്പോൾ ആ ഒരു ഉറപ്പിൻ്റെ പുറത്താണ് നമ്മൾ ഈ പ്രതിഷേധ സമരം അവസാനിപ്പിക്കാൻ പോകുന്നത്. ഉച്ചയ്ക്ക് 12ഓടെ ആരംഭിച്ച ഉപരോധം ഏറെ നേരം നീണ്ടുനിന്നു. സംഭവമറിഞ്ഞ് വടക്കേക്കാട് പോലീസും വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റും സ്ഥലത്തെത്തിയിരുന്നു. തുടർന്ന് ചുമതലയുള്ള ഗുരുവായൂർ ACPയുമായി സംസാരിക്കുകയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് സംഭവത്തിൽ അന്വേഷണം നടത്തിപ്പിക്കാമെന്ന ഉറപ്പിന്മേൽ ഉപരോധ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ വന്നത് ഇതിലിടപെട്ടത് നമ്മളൊരു സുഹൃത്ത് കൂടിയിട്ടാണ്. അപ്പൊ എന്തായാലും ശരി, പോലീസിലെ DYSP ഞാൻ സംസാരിച്ചിരുന്നു. കുന്നോളം DYSP ഞാൻ സംസാരിച്ചു. അപ്പൊ വേണ്ട ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതന്നെ വലിയ പ്രതിഷേധമാണ്. ഇനി വേറെ പരാതികൾ ആവശ്യമൊന്നുമില്ല. ഇത് വെച്ചിട്ട് തന്നെ പോലീസ് കേസ് എടുക്കണം. കല്യാണ തിരക്കിലമർന്ന് കൃഷ്ണസന്നിധി. തിങ്കളാഴ്ച ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നടന്നത് 187 വിവാഹങ്ങളാണ്. ക്ഷേത്ര പരിസരത്ത് തിരക്കുണ്ടായില്ലെങ്കിലും നഗരം ഗതാഗത കുരുക്കിലായി. രാവിലെ തുടങ്ങിയ കുരുക്ക് ഉച്ചവരെ തുടർന്നു. മമ്യൂർ LF സ്കൂളിന് മുന്നിൽ കലുങ്ക് നിർമ്മാണം നടക്കുന്നതിനാൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് തിരക്ക് വർദ്ധിക്കാൻ കൂടുതൽ കാരണമായി. പോലീസിനെ നിയോഗിച്ചിരുന്നെങ്കിലും പലപ്പോഴും വാഹന പെരുപ്പത്തിൽ റോഡുകൾ നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയായിരുന്നു. 2 മാസം മുമ്പ് MLAയും സിറ്റി പോലീസ് കമ്മീഷണറും പങ്കെടുത്ത് നഗരസഭയിൽ നടന്ന യോഗത്തിൽ ഗുരുവായൂരിലേക്ക് കൂടുതൽ പോലീസിനെ നിയോഗിക്കാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അക്കാര്യത്തിൽ നടപടിയായിട്ടില്ല. ഓണം അവധിയും വിവാഹ തിരക്കും ഒന്നിച്ചാകുന്നതോടെ കുരുക്ക് വർദ്ധിക്കാനാണ് സാധ്യത. ഈ സാഹചര്യം മുന്നിൽ കണ്ട് സർക്കാരും നഗരസഭയും പോലീസും ദേവസ്വവും മുന്നൊരുക്കങ്ങൾ നടത്തണമെന്ന ആവശ്യം ശക്തമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ശുദ്ധി കലശം. ക്ഷേത്രക്കുളത്തിൽ ആചാരവിരുദ്ധമായി ഒരു അഹിന്ദു വനിത ഇറങ്ങി വീഡിയോ ഷൂട്ടിംഗ് നടത്തിയതിനെ തുടർന്നാണ് ശുദ്ധീകരണമെന്ന് അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. ശുദ്ധികർമ്മങ്ങൾ നടക്കുന്നതുമൂലം നാളെ കാലത്ത് 5 മുതൽ ഉച്ചവരെ ദർശന നിയന്ത്രണം ഉണ്ടായിരിക്കും. പുണ്യാഹ കർമ്മങ്ങൾ കഴിഞ്ഞ ശേഷം വൈകിട്ട് മാത്രമേ ഭക്തർക്ക് ദർശനത്തിനായി നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനമുണ്ടാവുകയുള്ളൂ. സോഷ്യൽ മീഡിയ താരം ജാസ്മിൻ ജാഫർ ക്ഷേത്രക്കുളത്തിലിറങ്ങി ചിത്രീകരിച്ച വീഡിയോ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് പരാതി ഉയർന്നത്. ക്ഷേത്രത്തിന്റെ ഭാഗമായി കുളവും കണക്കാക്കുന്നത് ക്ഷേത്രത്തിലേതുപോലെ കുളത്തിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. വീഡിയോ ചിത്രീകരണത്തിന് ഹൈക്കോടതി വിലക്കുമുണ്ട്. വീഡിയോ പോസ്റ്റ് ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകിയിരുന്നു. കടൽ മാർഗമുള്ള ലഹരിക്കടത്ത്. ചേറ്റുവയിൽ എക്സൈസ്, ഫിഷറീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ് സംയുക്ത സംഘം പരിശോധന നടത്തി. നിയമലംഘനം നടത്തിയ 2 വള്ളങ്ങൾ പിടിച്ചെടുത്ത നടപടികൾ സ്വീകരിച്ചു. ചേറ്റുവ കടൽ വഴിയുള്ള ലഹരിക്കടത്ത് തടയുന്നതിനും ഓണാഘോഷത്തിന് വ്യാജ മദ്യവിൽപ്പന തടയുന്നതിനും ലക്ഷ്യമിട്ട് എക്സൈസ് സർക്കിൾ ഓഫീസ്, അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് എന്നീ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് കടലിൽ സംയുക്ത പരിശോധന നടത്തിയത്. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ C. സീമയുടെയും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബെന്നി ജോർജിന്റെയും നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് രൂപീകരിച്ച പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിയത്. ജില്ലയിലെ തീരദേശം കേന്ദ്രീകരിച്ച് വ്യാജ മദ്യവും സ്പിരിറ്റും കഞ്ചാവും എത്താൻ സാധ്യതയുണ്ടെന്ന് സൂചന ലഭിച്ചിരുന്നു. കരയിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ കടലിലുള്ള എല്ലാ മത്സ്യബന്ധന യാനങ്ങളും സംഘം പരിശോധിച്ചു. ചേറ്റുവ മുതൽ കാപ്പിരിക്കാട് വരെയുള്ള സ്ഥലങ്ങളിൽ നിന്നും കടലിൽ പോയ മത്സ്യബന്ധന ബോട്ടുകളാണ് പ്രധാനമായും പരിശോധിച്ചത്. പരിശോധനയിൽ നിയമലംഘനം നടത്തിയ 2 വള്ളങ്ങൾ പിടിച്ചെടുത്തു. തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പിഴ ചുമത്തും. മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് വിഭാഗം ഓഫീസർമാരായ VN പ്രശാന്ത് കുമാർ, ഷൈബു VM, ഷിനിൽ കുമാർ AR, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്യാം S, ബിബിൻ ചാക്കോ, ഗിരീഷ് BG, സി റെസ്ക്യൂ ഗാർഡുമാരായ വിജീഷ് EC, ഫസൽ, യാദവ് TM, സ്രാങ്ക്, റഷീദ്, ഡ്രൈവർ അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി. ചക്കംകണ്ടം വിവേകാനന്ദ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഭൂദാനം നടത്തി. സുശീല ടീച്ചറുടെയും പെരുമ്പുള്ളി അരവിന്ദാക്ഷന്റെയും 20 ലക്ഷം രൂപ വിലമതിക്കുന്ന പുരയിട ഭൂമി സേവാഭാരതിയുടെ ഗുരുവായൂർ സാന്ദീപനി ട്രസ്റ്റിന് നൽകി. ചടങ്ങിൽ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ആധാരം ഏറ്റുവാങ്ങി. രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ ഗുരുവായൂർ സംഘ് ജില്ലയുടെ ജില്ലാ സംഘചാലക് ഡോക്ടർ CG നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തൃശൂർ വിഭാഗിന്റെ സംഘചാലക് KS പത്മനാഭൻ, ഗുരുവായൂർ ഖണ്ഡ് സംഘചാലക് T. കേശവൻ മാസ്റ്റർ, മാമ ബസാർ ശാഖ കാര്യവാഹ് MK പ്രേമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ PS സുധീഷ് സ്വാഗതവും CB സുമേഷ് നന്ദിയും പറഞ്ഞു.
കഴിഞ്ഞ അധ്യയന വർഷത്തെ SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങളെ HM ഫോറം ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ആദരണീയം 2025 എന്ന പേരിൽ കുന്നംകുളം ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സദസ്സ് കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ബിജു സി ബേബി അധ്യക്ഷത വഹിച്ചു. ജില്ലാ മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി, ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ T രാധ, HM ഫോറം കൺവീനർ MK സൈമൺ, KP വാസുദേവൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് SSLCയിൽ 100% വിജയം കൈവരിച്ച ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ 71 വിദ്യാലയങ്ങളെയും ഉപഹാരം നൽകി ആദരിച്ചു. സംഘടന രൂപീകരിച്ച ശേഷമുള്ള പ്രഥമ പരിപാടിയായിരുന്നു ആദരണീയം 2025. സംസ്ഥാന പാതയിൽ പാറയമ്പാടത്ത് ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയ ഭാഗത്ത് വലിയ കുഴി രൂപപ്പെട്ടു. കഴിഞ്ഞ ദിവസം ടാറിംഗ് നടത്തി മണിക്കൂറുകൾക്കകമാണ് ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയത്. വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്കിൽ സമീപത്തെ വീട്ടിലേക്ക് വെള്ളം കയറിയിരുന്നു. റോഡിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുത്തതിനു ശേഷം മാത്രമേ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ കഴിയുകയുള്ളൂ. അക്കിക്കാവ് മുതൽ കുന്നംകുളം വരെ പുതുതായി സ്ഥാപിക്കുന്ന പൈപ്പ് ലൈനിന്റെ പണി വൈകുന്നത് റോഡ് നവീകരണത്തിന് തടസ്സമാവുകയാണ്. കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ പൊട്ടുന്നത് പതിവായതോടെ ഇവ മാറ്റണമെന്ന ആവശ്യം ശക്തമായിരുന്നു. സംസ്ഥാന പാതയിൽ നവീകരണം തുടങ്ങിയതോടെയാണ് പൈപ്പ് മാറ്റുന്ന പണി ആരംഭിച്ചത്. 3 മാസം മുമ്പ് ആരംഭിച്ച പൈപ്പിടൽ ഇനിയും പൂർത്തിയായില്ല. ഇതോടെ പഴയ പൈപ്പിലൂടെയാണ് ശുദ്ധജലം വിതരണം ചെയ്യുന്നത്. ഈ പൈപ്പ് ഇടയ്ക്കിടെ പൊട്ടുന്നത് റോഡ് നവീകരണത്തിന് തടസ്സമാകുകയാണ്. പുതിയ പൈപ്പിടുന്ന ജോലികൾ ഉടൻ പൂർത്തിയാക്കി ഇതിലൂടെ വെള്ളം വിതരണം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം പാറയമ്പാടം സെന്ററിൽ ടാറിംഗ് നടത്തിയ റോഡ് തകർന്നതിൽ BJP പോർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MB വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ മഹേഷ് തിരുത്തിക്കാട്, സുമേഷ് കളരിക്കൽ, വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പുഴങ്കര, പഞ്ചായത്ത് ഭാരവാഹികളായ ഷീമ രഞ്ജിത്ത്, പ്രേമദാസ്, സജി മാന്തോപ്പ്, സുധീർ എന്നിവർ നേതൃത്വം നൽകി. നിരവധി മാസങ്ങളായി ഇവിടുത്തെ റോഡ് പണി ആരംഭിച്ചിട്ട്, പക്ഷേ ഇപ്പോഴും സാധാരണ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇപ്പോഴും യാതൊരു സൗകര്യമില്ലാത്തൊരവസ്ഥയിലാണ് ഈ റോഡ് പണി നിൽക്കുന്നത്. മഴക്കാലം കഴിഞ്ഞു, വേനൽ ആരംഭിച്ചിട്ട് റോഡ് പണികളൊക്കെ ആരംഭിച്ചു. പക്ഷേ ടാർ ചെയ്ത റോഡ് വീണ്ടും പൊട്ടിയൊരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അതായത് വാട്ടർ അതോറിറ്റി അവർ പണി കഴിഞ്ഞു എന്ന് റോഡ് പണിക്കാരനെ ബോധിപ്പിച്ചിട്ട് റോഡ് റീടാർ ചെയ്ത ഉടനെ തന്നെ ആ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വീണ്ടും റോഡ് കംപ്ലൈൻ്റ് ആയ അവസ്ഥയാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, ഈ പരിപാടി രണ്ടു കൂട്ടരും തമ്മിലുള്ള ഈ അഡ്ജസ്റ്റ്മെന്റ് അവസാനിപ്പിച്ചിട്ട് റോഡ് പണി എത്രയും പെട്ടെന്ന് ഭംഗിയായ രീതിയിൽ അവസാനിപ്പിച്ചിട്ട് യാത്രക്കാർക്ക് സൗകര്യപ്രദമായി റോഡ് വിട്ടുകൊടുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. പ്രമുഖ പരസ്യ കലാകാരനും കേരള കാർട്ടൂൺ അക്കാദമി അംഗവുമായിരുന്ന കാർട്ടൂണിസ്റ്റ് സോളമൻ അനുസ്മരണ സമ്മേളനവും ചിത്രരചനാ മത്സരവും കുന്നംകുളത്ത് നടന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന സമ്മേളനം കേരള കാർട്ടൂൺ അക്കാദമി മുൻ ചെയർമാൻ കാർട്ടൂണിസ്റ്റ് ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ സെക്രട്ടറി M രാമദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫാദർ ബെഞ്ചമിൻ, ജയപ്രകാശ് നീലിമ, രാജൻ ചൊവ്വന്നൂർ എന്നിവർ സംസാരിച്ചു. ജെയ്സൺ ഗുരുവായൂർ, പ്രിൻസ് കൊങ്ങണൂർ, ഗോപികൃഷ്ണൻ എന്നിവർ വിധികർത്താക്കളായി. ആർത്താറ്റ കുന്നംകുളം ഇടവക വികാരി ഫാദർ റോയ് കോശി അനുഗ്രഹ പ്രാർത്ഥന നടത്തി. ജോബിഷ് ഗോൾഡൻ സ്വാഗതവും ഐവിൻ കെൻഡർ നന്ദിയും പറഞ്ഞു. സോജ കെൻഡൽ, രാജൻ നെല്ലുവായ്, മോഹനൻ പോർക്കുളം, ജനാർദ്ദനൻ പോർക്കുളം തുടങ്ങിയവർ നേതൃത്വം നൽകി. കാർട്ടൂണിസ്റ്റ് സോളമൻ മെമ്മോറിയൽ ചിത്രരചനാ മത്സരത്തിൽ സീനിയർ വിഭാഗത്തിൽ നിവേദ് TJ, ശ്രീലക്ഷ്മി P അനീഷ്, ദേവന M സുരേഷ് എന്നീ വിദ്യാർത്ഥികൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾക്ക് അർഹരായി. ജൂനിയർ വിഭാഗത്തിൽ വൈഗ PV, ആദിശ്രീ NR, ദിയ ഫാത്തിമ VS എന്നീ വിദ്യാർത്ഥികൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾക്ക് അർഹരായി. വിജയികൾക്ക് മൊമെന്റോയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രഥമ ഗണേശോത്സവ പുരസ്കാരം മുരുകോപാസകനും LMRK സ്ഥാപകനുമായ R രജിത് കുമാറിന് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ സമർപ്പിച്ചു. ഗുരുവായൂർ നഗരസഭാ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി ഡോക്ടർ A ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് KS പവിത്രൻ അധ്യക്ഷത വഹിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. അഖില ഭാരത അയ്യപ്പ സേവാ സമാജം ഉപാധ്യക്ഷൻ VK വിശ്വനാഥൻ, TV ശ്രീനിവാസൻ, C ശശീന്ദ്രൻ, P വത്സലൻ, TP മുരളി, നാരായണ ഭട്ടതിരിപ്പാട്, സതീഷ് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. താലപ്പൊലിയോടെ പുഷ്പവൃഷ്ടി നടത്തിയാണ് വിശിഷ്ടാതിഥികളെ ചടങ്ങിലേക്ക് എതിരേറ്റത്.
സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രാദേശിക തലത്തിലും ബോധവൽക്കരണം നൽകുന്നതിനും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ കണ്ടാണശ്ശേരി പഞ്ചായത്ത് തീരുമാനിച്ചു. ഓഗസ്റ്റ് 30-31 തീയതികളിൽ പഞ്ചായത്തിലെ മുഴുവൻ ജലസ്രോതസ്സുകളും ക്ലോറിനേഷൻ നടത്തും. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലും അങ്കണവാടികളിലും ക്ലോറിനേഷൻ രജിസ്റ്റർ സൂക്ഷിക്കുന്നതിനും സമയാസമയങ്ങളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിക്കുന്നതിനും വകുപ്പുകളെ ചുമതലപ്പെടുത്തി. ഇതുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും വിദ്യാലയ കോളേജ് അധ്യാപകർ, ആശ, അങ്കണവാടി പ്രവർത്തകർ, തൊഴിലുറപ്പ്, കുടുംബശ്രീ പ്രതിനിധികൾ എന്നിവരെ പങ്കെടുപ്പിച്ച് പ്രതിരോധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. സംഘാടക ബോധവൽക്കരണ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ നിവ്യ റനീഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, പഞ്ചായത്ത് അംഗങ്ങളായ AA കൃഷ്ണൻ, അഡ്വക്കേറ്റ് PV നിവാസ്, രമാ ബാബു, സെബീന റിറ്റോ, ശരത് രാമനുണ്ണി, ജയന്തി ടീച്ചർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ്, TS ശരത്, കുടുംബശ്രീ ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ദേശീയപാത 66 നിർമ്മാണത്തിന്റെ ഭാഗമായി ബദർപള്ളി പരിസരത്ത് സ്ലാബ് താഴെ വീണ സംഭവത്തെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാനും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി സുരക്ഷ ഉറപ്പാക്കിയതിനു ശേഷം മാത്രം നിർമ്മാണ നടപടികൾ തുടരാനും ധാരണയായി. പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്ഥലം സന്ദർശിച്ചത്. കുന്നംകുളം ബഥാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ 2023-24 സ്റ്റുഡന്റ് യൂണിയന്റെ മാഗസിൻ ഇനീസിയോ പ്രകാശനം നടന്നു. ബഥാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OICയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ CL ജോഷി അധ്യക്ഷത വഹിച്ചു. സിനിമാ സംവിധായകൻ പ്രേംലാൽ മാഗസിൻ പ്രകാശനം നിർവഹിച്ചു. ഹ്യൂമൻ ലൈബ്രറി എക്സ്പെർട്ട് ടോക്ക് സീരീസ് എന്ന സെഷന്റെ ഉദ്ഘാടനം UK വിദ്യാഭ്യാസ വിദഗ്ധ പ്രിജി ജിജോ നിർവഹിച്ചു. സ്റ്റാഫ് എഡിറ്റർ KP രുക്മ, സ്റ്റുഡന്റ് എഡിറ്റർ അലൻ ജോബി, സ്റ്റുഡന്റ് യൂണിയൻ ചെയർമാൻ അർണോൾഡ് സ്റ്റാലിൻ M ശലമോൻ, ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC, ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി M രശ്മി, OR സ്നേഹ, അബ്ദുൾ ഹാദി എന്നിവർ സംസാരിച്ചു. കൂടാതെ ഫ്രഷേഴ്സ് ഡേയോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും DJയും സംഘടിപ്പിച്ചിരുന്നു. എരുമപ്പെട്ടി പഴവൂർ ഇലാഹിയ ജുമാ മസ്ജിദ് നജ്മുൽ ഹുദ മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന ആഘോഷത്തോടനുബന്ധിച്ച് വിളംബര ജാഥ നടന്നു. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് നജ്മുൽ ഹുദ മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ടിന്റെ അകമ്പടിയോടെ 100-ലേറെ വിശ്വാസികൾ പങ്കെടുത്ത ബൈക്ക് റാലി സംഘടിപ്പിച്ചത്. റബിയുൽ അവൽ 1 മുതൽ 30 ദിവസം വരെ മൗലിദ് പാരായണം, നാട്ടുമൗലിദ്, പാട്ടുവണ്ടി, പ്രഭാഷണം, പ്രഭാത മൗലിദ്, സിയാറത്ത്, നബിദിന റാലി, അന്നദാനം, കലാപരിപാടികൾ, ദഫ് പ്രോഗ്രാം, സ്വലാത്ത് സമർപ്പണം, ഇശൽ നൈറ്റ് തുടങ്ങിയവ നടക്കും. വിളംബര ജാഥ മഹൽ പ്രസിഡന്റ് PY അബുസാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. മഹൽ ഖതീബ് SMK തങ്ങൾ, അൽ മുഖൈബിലി ദേശമംഗലം ദുവാക്കി നേതൃത്വം നൽകി. മഹൽ സെക്രട്ടറി PV സുലൈമാൻ, KK സിയാദ്, KU കബീർ, NA റസാഖ്, ഇബ്രാഹിം പഴവൂർ, NA മുഹമ്മദ് കുട്ടി, PA ഷാഫി, NK മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കുന്നംകുളം, പാലക്കാട് ബ്രാഞ്ചുകൾ ചേർന്ന് പറമ്പിക്കുളത്ത് ദന്താരോഗ്യ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. IDA അസോസിയേഷന്റെ സാമൂഹ്യ സേവന പദ്ധതിയുടെ ഭാഗമായാണ് ആദിവാസി ഊരുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. IDAയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സാമൂഹിക സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പറമ്പിക്കുളത്തെ ആദിവാസി മേഖലയിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പറമ്പിക്കുളം ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് ഒരുമ എന്ന പേരിൽ പറമ്പിക്കുളം നാഷണൽ പാർക്കിൽ ക്യാമ്പ് നടത്തിയത്. പ്രദേശത്തെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ജനങ്ങളിൽ ദന്താരോഗ്യ അവബോധം നൽകുകയും അവരുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. കേരള വനം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ V അജയ് ഘോഷ്, റേഞ്ച് ഓഫീസർ അരുൺ മഹാരാജ, മുൻ പെഡോഡോണ്ടിക് സൊസൈറ്റി സെക്രട്ടറി ഡോക്ടർ സുനിൽ മുഹമ്മദ്, കൺസർവേഷൻ ബയോളജിസ്റ്റ് വിഷ്ണു വിജയൻ എന്നിവർ മുഖ്യാതിഥികളായി. IDA കുന്നംകുളം പ്രസിഡന്റ് ഡോക്ടർ ക്യാപ്റ്റൻ ജോവി ഊക്കൻ, സെക്രട്ടറി ഡോക്ടർ ജിജിൻ ജോയ് പനക്കൽ, CDH കൺവീനർ ഡോക്ടർ ഡെറിക് ജോസഫ്, IDA പാലക്കാട് പ്രസിഡന്റ് ഡോക്ടർ TP വിപിൻ, സെക്രട്ടറി ഡോക്ടർ അൻവർ M അലി, CDH കൺവീനർ ഡോക്ടർ ദീപ്തി അജിത് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി.
ക്യാമ്പിന്റെ ഭാഗമായി ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ടോർച്ചുകൾ, സ്വെറ്ററുകൾ, ആവശ്യമായ മരുന്നുകൾ, ബ്രഷുകൾ, പേസ്റ്റുകൾ എന്നിവയും വിതരണം നടത്തി. മഹാത്മാ സാംസ്കാരിക സമിതിയുടെ പുരസ്കാര സമർപ്പണം നടന്നു. MP വീരേന്ദ്രകുമാർ സാഹിത്യ സ്മാരക പുരസ്കാരം, ആലങ്കോട് ലീലാകൃഷ്ണനും ഭാവഗായകൻ P ജയചന്ദ്രൻ സ്മാരക പുരസ്കാരം, ഗാനരചയിതാവും കവിയുമായ BK ഹരിനാരായണനും പൊതുപ്രവർത്തനത്തിനുള്ള ലീഡർ K കരുണാകരന്റെ പേരിലുള്ള പുരസ്കാരം ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയനും സമ്മാനിച്ചു. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന പുരസ്കാര സമർപ്പണ ചടങ്ങ് കലാമണ്ഡലം ഗോപി ഉദ്ഘാടനം ചെയ്തു. പുരസ്കാര വിതരണവും അദ്ദേഹം നിർവഹിച്ചു. നടൻ ജയരാജ് വാര്യർ അധ്യക്ഷത വഹിച്ചു. ഷാജു പുതൂർ, മുഹമ്മദ് റഷീദ്, സുകുമാരൻ, ചിത്രസൗധം, മഹാത്മാ സാംസ്കാരിക സമിതി ചെയർമാൻ സതീഷ് കുമാർ ചേർപ്പ്, സെക്രട്ടറി KB പ്രമോദ് എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും എരുമപ്പെട്ടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ആശാപ്രവർത്തകർക്കുള്ള 10ാം മൊഡ്യൂൾ ത്രിദിന പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. എരുമപ്പെട്ടി, വരവൂർ, ദേശമംഗലം, മുള്ളൂർക്കര, തെക്കുംകര എന്നീ പഞ്ചായത്തുകളിലെയും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെയും ആശാവർക്കർമാരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. എരുമപ്പെട്ടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ അധ്യക്ഷയായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി, ഹെൽത്ത് സൂപ്പർവൈസർ VJ ജോബി, ഡോക്ടർ അഞ്ജന, പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസർ ഇൻചാർജ് സഫിയ, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ബാബു, ലിസി, KR ബിന്ദു, KF ബാബു, പ്രിൻസി തുടങ്ങിയവർ സംസാരിച്ചു. 22 വർഷത്തെ കാത്തിരിപ്പ്, അഗ്നിസാക്ഷിയായി താലി ചാർത്തി ബോറിസ് ബാർക്കർ. ബ്രിട്ടീഷ് വംശജനായ ബോറിസ് ബാർക്കറും പറവൂർ സ്വദേശി ജിജിയും വിവാഹ ജീവിതം തുടങ്ങിയിട്ട് 22 വർഷമായെങ്കിലും അഗ്നിസാക്ഷിയായി വൈദിക വിധി പ്രകാരം താലി ചാർത്തണമെന്ന മോഹം ഇരുവരുടെയും ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു. ബോറിസിന്റെയും ജിജിയുടെയും മോഹസാക്ഷാത്കാരത്തിന് ഗുരുവായൂർ സായി മന്ദിരം സാക്ഷിയായി. സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണന്റെ നേതൃത്വത്തിൽ മുളമംഗലം കൃഷ്ണൻ നമ്പൂതിരി കാർമ്മികനായി ബോറിസിന്റെയും ജിജിയുടെയും വിവാഹം വൈദിക വിധിപ്രകാരം നടന്നു. കേരളീയ വസ്ത്രമണിഞ്ഞാണ് ബോറിസും വധുവും കതിർമണ്ഡപത്തിലെത്തിയത്. അഗ്നിസാക്ഷിയായി ജിജിയുടെ കഴുത്തിൽ മഞ്ഞച്ചരടിൽ കോർത്ത താലി ബോറിസ് ചാർത്തി. ബ്രിട്ടനിൽ താമസിക്കുന്ന തങ്ങളുടെ മോഹമായിരുന്നു ഭാരതത്തിലെത്തി ഹോമകുണ്ഡത്തിലെ അഗ്നിയെ സാക്ഷിയാക്കി താലി ചാർത്തുക എന്നതെന്ന് ബോറിസും ജിജിയും പറഞ്ഞു. ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ ടെക്നിക്കൽ സൂപ്പർവൈസറാണ് ബ്രിട്ടീഷ് വംശജനായ ബോറിസ്. മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ സീനിയർ ഹെൽത്ത് കെയർ അസിസ്റ്റന്റാണ് ജിജി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി LCD പ്രൊജക്ടർ ലഭിച്ചു. പ്രവാസിയായ മലയാളി എഞ്ചിനീയർ ചാവക്കാട് സ്വദേശി വിനീത് കുമാറാണ് വഴിപാട് സമർപ്പണം നടത്തിയത്. ക്ഷേത്രം കിഴക്കേ ഗോപുര കവാടത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പ്രൊജക്ടർ ഏറ്റുവാങ്ങി. വിനീത് കുമാർ വിദേശത്തായതിനാൽ സുഹൃത്ത് കേശവനാണ് പ്രൊജക്ടർ കൈമാറിയത്. ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രത്തിലെ ഉപയോഗത്തിനാണ് ഉപകരണം സമർപ്പിച്ചത്. ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, വേദ സംസ്കാര പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ P നാരായണൻ നമ്പൂതിരി, പ്രസിദ്ധീകരണ വിഭാഗം അസിസ്റ്റന്റ് മാനേജർ KG സുരേഷ് കുമാർ, ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ M നളിൻ ബാബു, അധ്യാപകൻ ബബീഷ് എന്നിവർ സംബന്ധിച്ചു. വെള്ളർക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നീതി സൂപ്പർമാർക്കറ്റിന്റെ ഓണവിപണി ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് CM അബ്ദുൽ നാസർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഡയറക്ടർ ബോർഡ് മെമ്പർ V ശങ്കരനാരായണൻ അധ്യക്ഷനായി. ഓണക്കിറ്റിന്റെ ആദ്യ വിൽപ്പന ബാങ്ക് പ്രസിഡന്റ് സഹകാരി പ്രീജയ്ക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ഡയറക്ടർ ബോർഡ് മെമ്പർ ഷീജ വേണുഗോപാൽ, സെക്രട്ടറി PS പ്രസാദ് എന്നിവർ സംസാരിച്ചു. തൃശൂർ VK മേനോൻ സ്റ്റേഡിയത്തിൽ നടന്ന ഷോട്ടോക്കാൻ കപ്പ് 2025 നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ റണ്ണറപ്പ് കിരീടം നേടി തൃശൂർ ജില്ലാ ടീം. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം സെൻസൈ ഇബ്രാഹിം ചാലിയത്ത് നിർവഹിച്ചു. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കെടുത്ത ചടങ്ങിൽ സെൻസൈ വിമൽ അധ്യക്ഷനായി. സെൻസൈ നിഷാദ്, സെൻസൈ ഹരിദാസൻ, ഷാജി സുദേവ്, സംബൈ സജീഷ്, അജ്മൽ, അനഘ, ഫബീന എന്നിവർ പങ്കെടുത്തു. വേലൂർ RMLP സ്കൂളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും സുഹൃത്തിന് ഒരു ഓർമ്മ മരത്തൈ വിതരണം ചെയ്തു. വീടുകളിൽ നിന്നും കൊണ്ടുവന്ന മരത്തൈകൾ പൂന്തോട്ടത്തിൽ വെച്ച് സുഹൃത്തുക്കൾക്ക് കൈമാറി. പ്രധാന അധ്യാപകൻ CJ ജിജു, അധ്യാപകരായ ബിന്ദു ജോസ് K, ലാലി EL, സുനി PK, ചിത്ര VD, പൗഷ, ലിസി, സ്കൂൾ ലീഡർ ശ്രേയ MS എന്നിവർ നേതൃത്വം നൽകി. ബുധനാഴ്ച സ്കൂളിൽ നടക്കുന്ന ഓണാഘോഷത്തിനായി സ്കൂളിലെ ചെണ്ടുമല്ലി തോട്ടത്തിൽ നിന്നും വിളവെടുക്കും. വിപണി. പഴഞ്ഞി മെയിൻ റോഡിൽ പണി പൂർത്തീകരിച്ച മിൽട്ടൺ ടവറിന്റെ കൂദാശയും JKR ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനവും നടന്നു.
സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ വികാരി ഫാദർ ജോൺ ഐസക് കൂദാശ കർമ്മം നിർവഹിച്ചു. ജെ കെയർ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം മേരി ജോയ് നിർവഹിച്ചു. കാട്ടുകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മിൽട്ടൺ സണ്ണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ, പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, പഞ്ചായത്ത് മെമ്പർമാർ, സമീപ പ്രദേശത്തെ ഇടവക വികാരിമാർ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. ആരോഗ്യ പരിപാലനത്തിന് ആവശ്യമായ എല്ലാ സേവനങ്ങളും JR ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ജനറൽ മെഡിസിൻ, ENT, സ്ത്രീരോഗ വിഭാഗം, കുട്ടികളുടെ വിഭാഗം, ത്വക്ക് രോഗം, എല്ലുരോഗ വിഭാഗം എന്നിവയുടെ സേവനം ലഭ്യമാണ്. 24x7 ഡോക്ടർ സേവനം, ഫാർമസിയും ലാബ് സേവനവും ഉണ്ടായിരിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 25 വരെ ഒരു മാസത്തേക്ക് കംപ്ലീറ്റ് ബ്ലഡ് ചെക്കപ്പ്, ഷുഗർ ടെസ്റ്റ്, PPBS എന്നീ ടെസ്റ്റുകൾ തികച്ചും സൗജന്യമായി ചെയ്തു നൽകും. ജെ കെയർ ഹോസ്പിറ്റൽ, മിൽട്ടൺ ടവർ, ജെറൂസലേം, പഴഞ്ഞി PO, തൃശൂർ. ഫോൺ 0488529328, മൊബൈൽ 9074153768. ചാലിശ്ശേരി സ്വദേശിയായ യുവാവ് ദുബായിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. PP ഓഡിറ്റോറിയം, മയിലാടിക്കുന്ന് റോഡിൽ മാർവൽ ക്ലബിന് സമീപം താമസിക്കുന്ന മേലെ തലയ്ക്കൽ പരേതനായ ഔദൽ മകൻ നജ്മുദ്ദീനാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. നൂർജ മാതാവും ഫെബീന ഭാര്യയുമാണ്. യാസിൻ, ലൈബ, ഇസ എന്നിവർ മക്കളുമാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9305 രൂപ, പവന് 74,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 124 രൂപ. കുന്നംകുളം ചിറ്റന്നൂർ ഗ്രീൻ ഗാർഡൻ റോഡിൽ താമസിക്കുന്ന പനക്കൽ ഇട്ടേരിയ മാസ്റ്റർ മകൻ ബെന്നി അബ്രഹാം നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11-ന് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടക്കും. ഡെർലിസ് ഭാര്യയും അന്ന ബെന്നി, അബ്രഹാം ബെന്നി എന്നിവർ മക്കളുമാണ്. തോന്നല്ലൂർ കുരുവീട്ടിൽ വിജയൻ നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം ശാന്തിതീരം ശ്മശാനത്തിൽ നടന്നു. ഗിരിജ ഭാര്യയും ജീജ, ജിജേഷ് എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗതകാല സ്മൃതികളുടെ നിറവിൽ മലയാളികൾ പൊന്നോണത്തിന്റെ ആരവങ്ങളിലേക്ക്. പൂവിളികൾ ഉയർത്തി ചൊവ്വാഴ്ച അത്തം. പൊന്നിൻ ചിങ്ങമാസത്തിലെ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. യുവാവിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ബ്ലേഡ് മാഫിയയുടെ ഭീഷണി എന്ന ആരോപണം. ഉപരോധ സമരവുമായി നാട്ടുകാർ. കഴിഞ്ഞ ദിവസം അഞ്ഞൂരിലെ ക്വാറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അഞ്ഞൂർ സ്വദേശി മനീഷിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ബ്ലേഡ് മാഫിയയുടെ ഇടപെടലാണെന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ മൃതദേഹവുമായി റോഡ് ഉപരോധിച്ചത്. കടൽമാർഗമുള്ള ലഹരിക്കടത്ത്. ചേറ്റുവയിൽ എക്സൈസ് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംയുക്ത സംഘം പരിശോധന നടത്തി. നിയമലംഘനം നടത്തിയ 2 വള്ളങ്ങൾ പിടിച്ചെടുത്ത് നടപടികൾ സ്വീകരിച്ചു.
ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ശുദ്ധികലശം. ക്ഷേത്രകുളത്തിൽ ആചാരവിരുദ്ധമായി ഒരു അഹിന്ദു വനിത ഇറങ്ങി വീഡിയോ ഷൂട്ടിംഗ് നടത്തിയതിനെ തുടർന്നാണ് ശുദ്ധിക്രിയകൾ. ചൊവ്വാഴ്ച കാലത്ത് 5 മുതൽ ഉച്ചവരെ ദർശന നിയന്ത്രണം. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രാദേശിക തലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കുന്നു. കണ്ടാണശ്ശേരിയിൽ പ്രതിരോധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.